നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം പത്തിരിപ്പാലയിൽ സഹകരണ അർബൻ ബാങ്കിൽ നടന്ന മുക്കുപണ്ട പണയ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സഹകരണ വകുപ്പിനും സഹകരണ രജിസ്ട്രാർക്കും വിജിലൻസ് ഐജിക്കും പരാതി നൽകുമെന്നും വേണുഗോപാൽ. CPM നേതൃത്വം അറിയാതെ അഴിമതി നടക്കില്ലെന്നും നേതാക്കൾ. ഭവന നിർമ്മാണത്തിനും റോഡ് വികസനത്തിനും ഊന്നൽ നൽകി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. 51.07 കോടി രൂപ വരവും 49.63 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ ഷീജ മോൾ അവതരിപ്പിച്ചത്. മുണ്ടൂർ തൂത 4-വരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി തൂതയിലും ചെർപ്പളശ്ശേരി കാക്കാത്തോടിലും പുതിയ പാലങ്ങളുടെ പണി പുരോഗമിക്കുന്നു. തൂതയിൽ പഴയ പാലത്തിന് സമാന്തരമായും കാക്കാത്തോടിന് കുറുകെ പഴയ പാലം പൊളിച്ചുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ലഹരി വ്യാപനം തടയാൻ ജനകീയ പ്രതിരോധം തീർക്കാൻ മണ്ണാർക്കാട് നഗരസഭ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘടനാ പ്രതിനിധികളുടെയും യോഗം ചേർന്നു. നർക്കോട്ടിക് നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്ന് N ഷംസുദ്ദീൻ MLA. നോ ഡ്രഗ്സ് നോ വയലൻസ് ക്യാമ്പയിനുമായി മൂവ് കൂട്ടായ്മയും. മലപ്പുറം ജില്ലയിൽ ക്യാൻസർ അവബോധ പരിപാടികൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് വനിതാ ദിനത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. സ്ത്രീകളിൽ തുടങ്ങിയ ക്യാമ്പയിൻ പുരുഷന്മാരിലേക്ക് കൂടി വ്യാപിപ്പിക്കും. വിശദമായ വാർത്തകളിലേക്ക്. സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാല ശാഖയിലെ മുക്കുപണ്ട പണയ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സഹകരണ വകുപ്പിനും സഹകരണ രജിസ്ട്രാർക്കും വിജിലൻസ് DIGക്കും പരാതി നൽകുമെന്നും വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് 27 ലക്ഷം രൂപ സീനിയർ ക്ലർക്കും കുടുംബാംഗങ്ങളായ CPM ലോക്കൽ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെ 4 പേർ തട്ടിയെടുത്ത സംഭവത്തിന് പിന്നാലെയാണ് BJP നേതാക്കൾ ഒറ്റപ്പാലത്ത് മാധ്യമങ്ങളെ കണ്ടത്. നേതൃത്വം അറിയാതെ അഴിമതി നടക്കില്ലെന്നും സഹകരണ സംഘങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സ്ഥാപനങ്ങളായി മാറുന്നുവെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്നും സംഭവം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു. ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ കീഴിലുള്ള പത്തിരിപ്പാലയിൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ തന്നെ 28 ലക്ഷം രൂപ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തതായിട്ട് റിപ്പോർട്ട് വരികയും അന്വേഷണം ഉണ്ടാവുകയും ചെയ്തു. അത് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടുള്ള ആളുകൾ, ഏരിയയുടെയും ലോക്കൽ കമ്മിറ്റിയുടെയും ഉത്തരവാദിത്തത്തിലുള്ള ആളുകളാണ് ആ തട്ടിയെടുപ്പിന് പിന്നിലെന്ന് വ്യക്തമായിരിക്കുന്നത്. ഇത് വ്യാപകമായിട്ട് ഇപ്പോൾ ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ കീഴിലുള്ള ഈ ആരോപണം ഇപ്പോൾ തെളിയിക്കപ്പെട്ട സമയത്ത് കുറച്ച് മുന്നേ വാണിയംകുളം സർവീസ് സഹകരണ ബാങ്കിലും ഇതിന് സമാനമായുള്ള ആരോപണം ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള അഴിമതി ഇത്തരം സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന സ്ഥിതിക്ക് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അർബൻ ബാങ്കുകളെ സഹകരണ ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഒരു ലോണ് കിട്ടാൻ പോലും സാധാരണ ബുദ്ധിമുട്ടാണ്. പാർട്ടി സെക്രട്ടറിയുടെയും അതുപോലെ പാർട്ടി ഓഫീസുകളിൽ നിന്നുള്ള ലെറ്റർ വേണമെന്നുള്ള സ്ഥിതി നിലനിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ജീവനക്കാർ തന്നെ ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന സമയത്ത് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. സഹകരണ സംഘങ്ങൾ വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ കൊള്ളയടിക്കുന്ന സ്ഥാപനങ്ങളായി മാറുന്നു. ഇത് ദൂരവ്യാപകമായുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനെതിരെ ജനങ്ങൾ ജാഗരൂകരാകണം. ഇത്തരം ബാങ്കുകളുടെ നടത്തിപ്പുകാരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഇത് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇത് നേരിടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരം തട്ടിപ്പുകളിൽ CPMന്റെ നിലപാട് പൊതുസമൂഹത്തോട് വ്യക്തമാക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു. സമാനമായ തട്ടിപ്പുകൾ ഷൊർണൂരിലും വാണിയംകുളത്തും ചെർപ്പളശ്ശേരിയിലും നടന്നിട്ടും അന്വേഷണങ്ങൾ എവിടെയും എത്തിയില്ലെന്നും തട്ടിപ്പുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മാർച്ച് 8-ന് അർബൻ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുമെന്നും BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി പറഞ്ഞു. ഷൊർണൂർ അർബൻ ബാങ്കിന്റെ 9 കോടി രൂപയാണ് അവിടെ നിന്ന് CPMന്റെ ഒരു മുൻ ജനപ്രതിനിധിയുടെ മകൻ അവിടെ നിന്ന് ഇല്ലാത്ത മൂല്യം കാണിച്ച് വസ്തു പണയപ്പെടുത്തി 9 കോടി രൂപയാണ് വായ്പയായിട്ട് വാങ്ങിയിട്ടുള്ളത്. ആ കേസ് എന്തായി? അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്തായി? അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. ആരാണ് പ്രഖ്യാപിച്ചത്? ആരാണ് അന്വേഷണം നടത്തിയത്? വ്യക്തതയില്ല. ആ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് അറിയാൻ പൊതുവെ നമുക്ക് താല്പര്യമുണ്ട്.
ഭവന നിർമ്മാണത്തിനും റോഡ് വികസനത്തിനും മുഖ്യ പരിഗണന നൽകിയ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 51.07 കോടി രൂപ വരവും 49.63 കോടി രൂപ ചെലവും 1.43 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിച്ചത്. 51.07 കോടി രൂപ വരവും 49.63 കോടി രൂപ ചെലവും 1.43 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ ഷീജമോളാണ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് കെ ടി അഫ്സൽ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിൽ ഏറ്റവും പരിഗണനയും ആദരവും നൽകേണ്ട മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാരായവർക്കും അന്നം മുട്ടുന്ന കർഷകർക്കും പ്രത്യേക ബജറ്റ് പ്രത്യേക പരിഗണന നൽകുന്നു. ഉൽപാദന മേഖലയിൽ 1,27,90,500 രൂപ, സേവന മേഖലയിൽ 31,18,30,224 രൂപ, പട്ടികജാതി വിഭാഗത്തിന് 3,33,48,000 രൂപ, പശ്ചാത്തല മേഖലയ്ക്ക് 1,30,00,000 രൂപ എന്നിങ്ങനെ ബജറ്റിൽ വകയിരുത്തി. റോഡ് ഗതാഗതം വർദ്ധിപ്പിക്കുന്നതിന് 3.33 കോടി രൂപയും ഭവനരഹിതർക്കും അതിദരിദ്രർക്കും വാസയോഗ്യമായ വീട് നിർമ്മിക്കുന്നതിന് 3.11 കോടി രൂപയും ചേന, നെല്ല്, പച്ചക്കറി, ഇടവിള തുടങ്ങിയ കൃഷികൾക്കും മണ്ണ് ജലസംരക്ഷണ പദ്ധതിക്കുമായി 1.28 കോടി രൂപയും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള പ്രത്യേക പദ്ധതികൾക്കും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും വെളിച്ചമെത്തിക്കുന്നതിനും ബജറ്റ് നിർദ്ദേശിച്ചു. അവതരണ ശേഷമുള്ള ചർച്ചയിൽ തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കുന്നതിനും മാലിന്യമുക്ത കേരളം പദ്ധതി തുടർന്നു കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ബജറ്റ് അവതരണ ശേഷം നടന്ന ചർച്ചയിൽ 1-ാം വാർഡ് അംഗം സി ബാലസുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇപ്പോഴും വിവിധ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങളൊന്നും എത്തുന്നില്ലെന്നും മുൻ വർഷങ്ങളിലെ തുടർ ആവർത്തനമാണ് ഈ ബജറ്റെന്നും 4-ാം വാർഡ് അംഗവും മുൻ പ്രസിഡന്റുമായ സി ടി നൌഷാദ് അലിയും അഭിപ്രായപ്പെട്ടു. ലഹരി വ്യാപനത്തിന് പ്രതിരോധം തീർക്കാൻ മണ്ണാർക്കാട് നഗരസഭ ജനകീയ കൂട്ടായ്മ ഒരുക്കി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്ത കൂട്ടായ്മ എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും വിപണനവും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മണ്ണാർക്കാട് നഗരസഭ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ബോധവൽക്കരണത്തിനപ്പുറം പുതിയ തലമുറയെ മൂല്യങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടതെന്ന് കൂട്ടായ്മയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. പോലീസ്, എക്സൈസ്, വനംവകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനകീയ പങ്കാളിത്തം കൂടി ഉറപ്പാക്കും. ആരാധനാലയങ്ങൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീകൾ, അയൽക്കൂട്ടങ്ങൾ, വിവിധ സംഘടനകൾ തുടങ്ങിയവ വഴി ലഹരി ഉപയോഗത്തിന് എതിരെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ യോഗം തീരുമാനിച്ചു. നാർക്കോട്ടിക് നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്ന് ഉദ്ഘാടനം ചെയ്ത എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. നിയമത്തിലും കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇതൊക്കെ ഞങ്ങളൊക്കെ അസംബ്ലിയിലൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് ആക്ട് എന്ന് പറയുന്നതാണ് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നമ്മുടെ നിയമം. 1 കിലോ വരെ കഞ്ചാവുമായിട്ട് ഒരാൾ പോയാൽ, 1 കിലോ കഞ്ചാവ് കയ്യിൽ വെച്ച് പോയാൽ, ഇവിടെ എക്സൈസ് ഓഫീസർമാരൊക്കെ ഉണ്ട്, പോലീസ് ഓഫീസർമാരുണ്ട്, അയാളെ പിടിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ജാമ്യത്തിൽ വിടണം. കാരണം അത് പെയിലബിൾ ഒഫൻസാണ്. 990 ഗ്രാം വരെ അയാൾക്ക് കയ്യിൽ വെക്കാന്നാണ് നമ്മളെ നിയമം പറയുന്നത്. അതിന് കാരണം പറയുന്നത് എന്താ? ഈ ആസാമിലെ ഒറീസയിലൊക്കെയുള്ള ചില പ്രദേശത്ത് ഈ കഞ്ചാവ് മരുന്നിന് ഉപയോഗിക്കുന്നതാണ്. മരുന്നിന് ഉപയോഗിക്കുന്നതിന് അതിന്റെ ലൈസൻസ് വാങ്ങിയിട്ട് അത് ചെയ്തോട്ടെ. അതിന് രാജ്യത്തെ എല്ലാ കുട്ടികളും ഇത് 1 കിലോ വരെ കയ്യിൽ കൊണ്ടു നടക്കണമെന്ന് പറയേണ്ടതില്ല. നിയമ ഭേദഗതി ആവശ്യമാണ്. ഞങ്ങൾ നിയമസഭയിൽ പറയാറുണ്ട്, പക്ഷെ നിയമസഭയ്ക്ക് അതിനൊന്നും ചെയ്യാനില്ല. കേന്ദ്ര നിയമമാണ് ഈ പറഞ്ഞ ആക്ട്. സെൻട്രൽ ആക്ട്, ഇന്ത്യക്കൊട്ടാകെ ബാധകമാകുന്ന നിയമമാണ്. മാറ്റം വരുത്തേണ്ടത് പാർലമെന്റ്. കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം കുറഞ്ഞതായി അധ്യക്ഷത വഹിച്ച നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ചയൊക്കെ ഇതിനൊരു കാരണമാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള പല രീതിയിലുള്ള ഒരു ബന്ധം, ആ പഴയ സ്നേഹബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മകൻ ഒരു മൊബൈലുമായി ഒരു റൂമിൽ, അച്ഛനും അമ്മയും ഓരോ മൊബൈലുമായിട്ട് വേറെ റൂമിൽ. ഈ ഒരു രീതിയിലാവുമ്പോൾ ഈ ഒറ്റപ്പെട്ട ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന നമ്മുടെ കൂട്ടുകുടുംബമാവുമ്പോൾ അച്ഛൻ, വലിയച്ഛൻ, വല്യമ്മ, വല്യപ്പ ഒക്കെ ഉണ്ടായിരുന്നു.
അവരൊക്കെ നേർവഴിയിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും വികലമായ ഉപാധ്യക്ഷ കെ പ്രസീത, കെ ബാലകൃഷ്ണൻ, AO സി അബൂബക്കർ, മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സീമാമു, പഴേരി ഷെരീഫ് ഹാജി, KVA റഹ്മാൻ, KP അക്ബർ, സി ഷെഫീഖ് റഹ്മാൻ, രമേശ് പൂർണിമ, കൗൺസിലർമാർ, പോലീസ്, എക്സൈസ്, വനം, റവന്യൂ തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ, മതപുരോഹിതർ, സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ മണ്ണാർക്കാടൻ മാതൃകയൊരുക്കി മൂവ്. നഗരസഭാ പരിധിയിൽ നോ ഡ്രഗ്സ് നോ വയലൻസ് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം. ഇതിനുള്ള സമഗ്ര പദ്ധതി 9-ന് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടക്കുന്ന കൂട്ടായ്മയിൽ പ്രഖ്യാപിക്കുമെന്ന് മൂവ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മണ്ണാർക്കാട് ഓർഗനൈസേഷൻ ഫോർ വിജിലൻസ് ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഡ്രഗ്സിന് രൂപം നൽകിയത്. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഗുരുജനങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ടവരായി പുതിയ തലമുറ മാറിയ സാഹചര്യത്തിലാണ് ജനകീയ കൂട്ടായ്മയുടെ ഇടപെടലെന്ന് ഡോക്ടർ കമ്മാപ്പ പറഞ്ഞു. ഇതിപ്പോ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇത് വളർന്ന ഇപ്പൊ നമ്മൾ ആരും സേഫ് അല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലാരും സേഫ് അല്ല, നമ്മുടെ കുട്ടികൾ സേഫ് അല്ല, ഒന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ വഴി കൂടി ഇപ്പൊ എത്രയോ നമ്മൾ സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നു. വണ്ടി ഓവർടേക്കിന്റെ കാര്യം പറഞ്ഞിട്ട് കത്തിട്ട് കുട്ടി ആളെ കൊല്ലുക, ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബില്ലടയ്ക്കാൻ ബില്ല് ചോദിച്ചിട്ട് അതിന്റെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ടലുകാരൻ്റെ തലക്കിട്ട് വാള കൊണ്ട് കൊട്ടുക. ഇതെല്ലാം പ്രശ്നം ലഹരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ഗവൺമെന്റ് മാത്രമോ പോലീസോ എക്സൈസോ മാത്രം വിചാരിച്ചാൽ തീരുന്നൊരു പ്രശ്നമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇത് വളർന്നു കഴിയും. അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഒരു ആലോചനയിൽ നിന്നാണ്, ഞങ്ങൾ കുറച്ചൊരു കൂടി ആലോചനയിൽ നിന്നാണ് നമ്മൾ മണ്ണാർക്കാട് എന്ന ഇതിനൊരു തുടക്കം ഇടുക. ഇതിനുള്ളൊരു പ്രതിരോധം, ജനകീയ പ്രതിരോധം തന്നെ മണ്ണാർക്കാട് നിന്ന് തുടങ്ങാം എന്നുള്ള ഒരു ഞങ്ങളൊരു ആലോചിച്ച് ഞങ്ങളൊരു സംഘടനയ്ക്ക് രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. 9 രാവിലെ 10 മണിക്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് ഹാളിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, മതസംഘടനാ പ്രതിനിധികൾ, മതപണ്ഡിതർ, സാംസ്കാരിക പ്രവർത്തകർ, യുവജന സംഘടനാ നേതാക്കൾ, വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, സാമൂഹിക സംഘടനാ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, യുവജന ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി പൊതുജീവിതത്തിൽ നിരന്തരം ഇടപെടലുകൾ നടത്തുന്നവർ സംഗമിക്കും. മണ്ണാർക്കാട്ടെ സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ ഡോക്ടർ കെ കമ്മാപ്പ അധ്യക്ഷത വഹിക്കും. N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ വിപണനം നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ ശൃംഖല മുറിക്കുകയാണ് മൂവിന്റെ ലക്ഷ്യമെന്ന് M പുരുഷോത്തമൻ പറഞ്ഞു. ജനകീയ ശൃംഖലയുടെ രൂപീകരണമാണ് ഈ 9-ാം തീയതി ഞായറാഴ്ച നടത്തുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ മറ്റൊരു ശൃംഖലയെ അത് സാമൂഹ്യമായി പ്രതിരോധിച്ച് അതില്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കൊരു പരിധിവരെ നമുക്കതിൽ വിജയിക്കാൻ കഴിയും. അത്തരത്തിൽ വിജയിച്ചതിൻ്റെ ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രളയത്തെ നമ്മുടെ നാട് പ്രതിരോധിച്ച പോലെ, അതിൻ്റെ നഷ്ടങ്ങൾ പ്രതിരോധിച്ച പോലെ. പഴേരി ഷെരീഫ് ഹാജി, ഫിറോസ് ബാബു, KVA റഹ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യുവജാഗ്രത നൈറ്റ് മാർച്ച് വെള്ളിയാഴ്ച രാത്രി 9:30-ന് നടത്തും. നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ നടത്തുന്ന മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യൂത്ത് ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പോരാട്ടത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു. യൂണിറ്റ് തലങ്ങളിലും വീടുകളിലും ക്യാമ്പയിനുകൾ നടത്തും. ആദ്യഘട്ടമായാണ് നൈറ്റ് മാർച്ച് നടത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. ലഹരിയുടെ ഉപഭോഗത്തിനും അക്രമ പരമ്പരകൾക്കുമെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി നാളെ വെള്ളിയാഴ്ച രാത്രി 9:30 മണിക്ക് മണ്ണാർക്കാട് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്ന വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. ലഹരിയുടെ ഉപഭോഗവും അതുമൂലം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് യൂത്ത് ലീഗിന്റെ കമ്മിറ്റികള്, വിവിധങ്ങളായ കമ്മിറ്റികളും നിയോജക മണ്ഡല കമ്മിറ്റികള് ഇത്തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. പഞ്ചായത്ത് കമ്മിറ്റികൾ പഞ്ചായത്ത് തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് അതിനെതിരെയുള്ള പോരാട്ടം നടത്തുന്നത്. യൂണിറ്റ് കമ്മിറ്റികൾ വീടുകളിൽ ഹൗസ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ലഹരിക്കെതിരെ കൃത്യമായ ഒരു പോരാട്ടമാണ് യൂത്ത് ലീഗ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രസിഡന്റ് ഷമീർ പഴേരി, ജനറൽ സെക്രട്ടറി മുനീർ താളിയിൽ, ട്രഷറർ ഷർഫുദ്ദീൻ ചങ്ങലേരി,
നൌഫൽ കളത്തിൽ, നൌഷാദ് പടിഞ്ഞാറ്റി, സൈനുദ്ദീൻ കൈതച്ചിറ, സമദ് പൂവക്കോടൻ, ഷമീർ മൺലടി, ഷമീർ നമ്പിയത്ത്, ടി കെ സ്വാലിഹ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി തൂതയിലും ചെർപ്പളശ്ശേരിയിലും പുതിയ പാലങ്ങൾ വരുന്നു. ചെർപ്പളശ്ശേരി കാക്കാത്തോടിന് കുറുകെയുള്ള പാലം പൊളിച്ചു നീക്കിയും തൂതയിൽ പഴയ പാലത്തിന് സമാന്തരമായുമാണ് പുതിയ പാലങ്ങളുടെ പണി പുരോഗമിക്കുന്നത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് തൂതയിലും ചെർപ്പളശ്ശേരി കാക്കാത്തോടിന് കുറുകെയും പുതിയ പാലങ്ങൾ വരുന്നത്. കച്ചേരിക്കുന്നിലെ കാക്കാത്തോടിന് കുറുകെയുള്ള പഴയ പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതിന്റെ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങി. മുണ്ടൂർ തൂത സംസ്ഥാന പാത 4 വരിയായി വികസിക്കുന്നതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വീതിയും ബലവും ഇല്ലാത്തതിനാലാണ് കാക്കാത്തോടിൽ പുതിയ പാലം നിർമ്മിക്കുന്നത്. നിലവിൽ പാലം പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായി പാലത്തിന് സമാന്തരമായി തോട്ടിൽ മണ്ണിട്ട് നികത്തി താൽക്കാലിക റോഡ് നിർമ്മിച്ചാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. തൂതയിൽ പഴയ പാലം നിലനിർത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതിനായുള്ള പ്രവൃത്തികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പാറ പൊട്ടിച്ചുള്ള പൈലിംഗ് പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പുതിയ പാലം വേണമെന്നുള്ള ഏറെക്കാലത്തെ ആവശ്യം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത്. നിലവിലെ പാലത്തിൻ്റെ അത്ര തന്നെ ഉയരത്തിൽ 10 മീറ്റർ വീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 100 മീറ്ററിലധികം നീളവും 2 വശങ്ങളിലും 1 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും. മെയ് മാസത്തോടെ പാലത്തിൻ്റെ പില്ലറുകളുടെ പണി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1935 നിർമ്മിച്ചതാണ് നിലവിലെ പാലം. 90 വർഷം പഴക്കമുള്ള പാലം നിലവിൽ ബലക്ഷയം നേരിടുന്നുണ്ട്. 2 വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം പാലത്തിലൂടെ കടന്നുപോകാനും പ്രയാസമാണ്. മുണ്ടൂർ തൂത 4 വരിപ്പാതയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ തൂതയിൽ പുതിയ പാലം അനിവാര്യമാണ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 364 കോടി രൂപ ചെലവിലാണ് മുണ്ടൂർ തൂത പാത നവീകരണം നടക്കുന്നത്. കരുവാരക്കുണ്ടിൽ കണ്ട കടുവയുടേതെന്ന തരത്തിൽ മറ്റെവിടെയോ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ഭീതി പരത്തിയ സംഭവത്തിൽ യുവാവിനെ കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചേരി സ്വദേശി മണിക്കനാംപറമ്പിൽ ജെറിയെയാണ് വനം വകുപ്പ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത്. കരുവാരക്കുണ്ടിൽ ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപം കടുവയെ നേർക്കുനേരെ കണ്ടെന്നാണ് ജെറിൻ പറഞ്ഞത്. കടുവ ആക്രമിക്കില്ലെന്ന് തോന്നിയതോടെ വാഹനം നിർത്തി കടുവയുടെ ദൃശ്യം പകർത്തിയെന്നും കടുവ കാട്ടിലേക്ക് മറഞ്ഞതോടെ യാത്ര തുടർന്നെന്നും ജെറിൻ പറഞ്ഞു. എന്നാൽ അന്വേഷണം പുരോഗമിച്ചതോടെ പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതാണെന്ന് നിലമ്പൂർ സൗത്ത് DFOയോട് ജെറിൻ സമ്മതിച്ചു. ഇതേ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരി നഗരസഭ ഭരണസമിതിയുടേത് ജനദ്രോഹ നടപടികളാണെന്നാരോപിച്ച് BJP ചെർപ്പളശ്ശേരി ടൗണിൽ സായാഹ്ന ധർണ നടത്തി. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ചെർപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടേത് ജനദ്രോഹ നടപടികളാണെന്നും കമ്മീഷൻ ഭരണമാണ് നടക്കുന്നതെന്നും ആരോപിച്ചാണ് BJP ചെർപ്പളശ്ശേരി ടൗണിൽ സായാഹ്ന ധർണ നടത്തിയത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലൊട്ടാകെ വിദേശ ശക്തികൾക്ക് അവർക്ക് ആ വിദേശ പണം ഇവിടെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും ആ പണം വരാതിരിക്കുകയും ചെയ്തപ്പോ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടം. ആ മയക്കുമരുന്നിന്റെ വലിയൊരു ശൃംഖല, അതിലൂടെ അവര് പണമുണ്ടാക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് എതിരായുള്ള ശക്തികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അച്ഛനെയോ ഏട്ടനെയോ കൊല്ലുന്ന ആളുകളല്ല. അതിന്റെ പിന്നിൽ അവരുദ്ദേശിക്കുന്ന ഈ കച്ചവടം നടത്തിക്കൊണ്ട് അതിലൂടെ ഫണ്ട് കയ്യിലാക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് എതിരെ പ്രവർത്തിക്കാനാണ്. മുൻ മണ്ഡലം പ്രസിഡന്റ് P. ജയൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സ്മിത VS അധ്യക്ഷയായി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ T. കൃഷ്ണകുമാർ, വിനോദ് കർണാട്ടിൽ, മുൻ ജില്ലാ കമ്മിറ്റി അംഗം A. ശ്രീനാരായണൻ, നഗരസഭാ കൗൺസിലർമാരായ K. സൗമ്യ, N. കവിത, മണ്ഡലം ഭാരവാഹികളായ M. ഗോപാലകൃഷ്ണൻ, K. T. പ്രസാദ്, VP നാരായണൻകുട്ടി, K. ഹരിദാസ്, K. അജീഷ്, V. അനീഷ്, വിജീഷ് നെല്ലയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോഗ്യമാനന്ദം ക്യാൻസർ ക്യാമ്പയിൻ വനിതാ ദിനത്തിൽ മലപ്പുറം ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മാർച്ച് 8-ന് നടക്കുന്ന പരിപാടികൾ ADM NM മെഹ്റലി വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ സംസ്ഥാന തലത്തിൽ നടന്നുവരുന്ന ആരോഗ്യം ആനന്ദം ക്യാൻസർ ക്യാമ്പയിന്റെ ഭാഗമായി മാർച്ച് 8-ന് വനിതാ ദിനത്തിൽ മലപ്പുറം ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്യാൻസർ അവബോധ പരിപാടികൾ സംഘടിപ്പിക്കും.
ADM NM മെഹ്റലി പരിപാടികൾ സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു. ഫെബ്രുവരി 4-ന് ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ പരിശോധന പരിപാടിയുടെ ആദ്യഘട്ടം മാർച്ച് 8-ന് സമാപിക്കും. പരിപാടികളുടെ ഭാഗമായി രാവിലെ 8-ന് കളക്ട്രേറ്റ് മൈതാനിയിൽ നിന്നും 1001 സ്ത്രീകൾ പങ്കെടുക്കുന്ന ബോധവൽക്കരണ സന്ദേശ റാലി ആരംഭിക്കും. തുടർന്ന് DTPC ഹാളിൽ നടക്കുന്ന വനിതാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് വിൻസി അലോഷ്യസ് പങ്കെടുക്കും. ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി 4-നാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഒരു ആദ്യഘട്ട സമാപനം ഈ മാസം 8-ാം തീയതി നമ്മുടെ മലപ്പുറം DTPC ഹാളിൽ വെച്ച് സമാപന പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ മാഡമാണ്. അതുപോലെ ആ പരിപാടിയിൽ നമ്മുടെ ജില്ലക്കാരിയായ സംസ്ഥാന അവാർഡ് നേടിയ പ്രശസ്ത അഭിനേത്രി വിൻസി അലോഷ്യസും പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സ്ക്രീനിങ് നടത്തിയ സ്ത്രീകളിൽ നിന്ന് 1001 പേരാണ് അന്ന് ഈ ഒരു പരിപാടിയിൽ ഇത് സമൂഹത്തിൽ ഒരു നല്ലൊരു സന്ദേശം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ നമ്മുടെ ഇവിടെ കളക്ട്രേറ്റിൽ 8:30-ക്കാണ് സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ജാഥയായി ഈ പറയുന്ന DTPC ഹാളിൽ എത്തിച്ചേർന്ന് അവിടെ വെച്ചാണ് 10:30-ക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ക്യാൻസർ പ്രതിരോധ പരിശോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരിട്ടും ശൈലി ആപ്പ് മുഖേനയും ജില്ലയിൽ ഇതുവരെ നടന്ന ക്യാമ്പിന്റെ ഭാഗമായി 51,350 സ്ത്രീകൾ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായി. ഇതിൽ 965 പേരുടെ സാമ്പിളുകളിൽ സംശയകരമായ ലക്ഷണങ്ങളുള്ളതിനാൽ തുടർ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. 6,340 പേരിൽ ഗർഭാശയ ഗളാർബുദ പരിശോധനകൾ നടത്തിയതിൽ 23 പേരിൽ സംശയകരമായ ലക്ഷണങ്ങളുണ്ട്. ഇതുവരെ നടന്ന പരിശോധനകളിൽ ജില്ലയിൽ 8 സ്ത്രീകളിൽ സ്തനാർബുദവും ഒരാളിൽ ഗർഭാശയഗള അർബുദവും ഒരാളിൽ വദനാർബുദവും കണ്ടെത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മാർച്ച് 8-ന് ശേഷവും ക്യാമ്പയിൻ 2-ാം ഘട്ടം ആരംഭിക്കുകയും പുരുഷന്മാരിലേക്കും കൂടിയും സ്ക്രീനിംഗ് നടത്തുന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ക്ഷേത്രക്കുളം വൃത്തിയാക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ച സംഭവം കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPM ലോക്കൽ സെക്രട്ടറി C. കൃഷ്ണൻകുട്ടിയും ബ്രാഞ്ച് സെക്രട്ടറി കുമാരനും ആവശ്യപ്പെട്ടു. യാതൊരു സുരക്ഷാ മുൻകരുതലും എടുക്കാതെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് യുവാവിന്റെ ജീവൻ നഷ്ടമായതെന്നും ഇവർ പറഞ്ഞു. യുവാവിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. ക്ഷേത്രക്കുള നവീകരണവുമായി ബന്ധപ്പെട്ട യാതൊരു സുരക്ഷാ മുൻകരുതലുമെടുക്കാതെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായാണ് യുവാവിന് ജീവൻ നഷ്ടമായത്. ദേവസ്വത്തിനു കീഴിലുള്ള ക്ഷേത്രമെന്ന നിലയിൽ ക്ഷേത്രക്കുളം നവീകരണത്തിന് സേവാഭാരതി പോലുള്ള സംഘടനകൾക്ക് അനുമതി കൊടുത്ത ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സംഘപരിവാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ സമാധാന പ്രവർത്തനം അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനം എന്നെല്ലാം പേരിട്ട് വിളിക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ രാഷ്ട്രീയമായ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായി ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ആ യുവാവിൻ്റെ മരണത്തിൽ സംഘപരിവാറിന് ആ ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയും വലിയ ഉത്തരവാദിത്തമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള പല ഘട്ടങ്ങളിലും എങ്ങനെയെങ്കിലും ആളെ കൂട്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഫലമായിട്ടാണ് ഇന്നലെ ഈ ദാരുണമായ സംഭവം യുവാവിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചത്. ക്ഷേത്രത്തിൽ ആ കുളത്തിൽ സുമാർ 8-9 അടിയോളം വെള്ളമുള്ള കുളത്തിൽ യാതൊരു മുൻകരുതലും എടുക്കാതെ ഈ മദ്യപിച്ച് അത്യാവശ്യം ചെറിയ ലഹരിയിൽ വന്ന ഈ ചെറുപ്പക്കാരനെ പ്രലോഭിപ്പിച്ച് ആ കുളത്തിൽ ആ വെള്ളത്തിൽ ഇറക്കുകയാണ് ചെയ്യുന്നത്. ഈ വെള്ളത്തിൽ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ കുളത്തിലേക്ക് ഇറക്കുമ്പോൾ ആ സംഘപരിവാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സേവാഭാരതിയുമായി ബന്ധപ്പെട്ട BJPയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ചില പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒറ്റപ്പാലം നഗരസഭയുടെ വാർഷിക ബജറ്റിന് മുന്നോടിയായി പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിനായി യോഗം ചേർന്നു. ചെയർപേഴ്സൺ K. ജാനകി ദേവി യോഗം ഉദ്ഘാടനം ചെയ്തു.
2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിനായി യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി യോഗം ഉദ്ഘാടനം ചെയ്തു. അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒട്ടേറെ വികസന പാതയിലാണ് നമ്മുടെ ഗവൺമെന്റ് ആവട്ടെ നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങളാവട്ടെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ വികസനങ്ങൾ പോയി വരുമ്പോൾ അതിനിടയ്ക്ക് കുറെ ഗ്യാപ്പുകൾ വരും, അതിന്റെ കുറെ പ്രത്യാഘാതങ്ങളുണ്ടാവും. അതൊക്കെ തീർത്തുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഗ്യാപ്പ് അടച്ചുകൊണ്ട് സുസ്ഥിരമായ വികസനമാണ് നമുക്ക് നടപ്പിലാവേണ്ടത്. ഒന്ന്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിലെ കൃഷി. അപ്പൊ നമുക്ക് വേണ്ടത് നാം ഉൽപ്പാദിപ്പിക്കുക എന്നാണ് നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ്. നമുക്ക് വേണ്ടത് നമ്മൾ പോഷകാഹാരം കഴിക്കണം, നല്ല ആരോഗ്യമുള്ള ആളുകളാവും. ഇപ്പൊ നമ്മൾ കുറെ കോവിഡ് വന്നതിന് ശേഷം കോവിഡ് സമയം അതിനോടനുബന്ധിച്ച് നമ്മൾ ആരോഗ്യ രംഗത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാടിനെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ കർമ്മസമിതി രൂപീകരിക്കണമെന്നും ഭവന പദ്ധതികൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും പാലിയേറ്റീവ് രോഗികൾക്ക് ആവശ്യമായ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നുമുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. കൂടാതെ വയോജന ഭിന്നശേഷി സൗഹൃദമാകണമെന്നും പാർക്കിന്റെ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്നും കാർഷിക മേഖലയിലെ വന്യമൃഗശല്യങ്ങൾക്ക് പരിഹാരം കാണണമെന്നും കാർഷിക വിപണന കേന്ദ്രങ്ങൾ ഉണ്ടാകണമെന്നും സ്വകാര്യ പങ്കാളിത്തത്തോടെ നഗരത്തിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നുമുള്ള അഭിപ്രായങ്ങൾ യോഗത്തിൽ ഉയർന്നു. റോഡ് അങ്ങനെ പൊളിഞ്ഞ് താറുമാറായി കിടന്നിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അതും അതിന്റെ അവസ്ഥയ്ക്ക് എന്താണ് കണക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. പിന്നെ നമ്മൾ വഴിവിളക്കുകൾ അല്ലെങ്കിൽ മറ്റേ സ്ട്രീറ്റ് ലൈറ്റുകൾ അതിന് വരുമാനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനായ ശർമ്മ പറയുണ്ടായി. സന്തോഷമുണ്ട്. നമ്മുടെ താലൂക്ക് ആശുപത്രി, കാരണം നഗരസഭയുടെ പിള്ളേർ താലൂക്ക് ആശുപത്രി കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നിരന്തരം നമ്മളെല്ലാ പാർട്ടിക്കാരും സമരം ചെയ്തിട്ടില്ലേ ആശുപത്രി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാ ഒറ്റക്കടലേ ഉണ്ട്. അപ്പൊ എവിടെയാണ് തകരാറ്? ഞാൻ കക്ഷി രാഷ്ട്രീയം പറയാൻ സൂചിപ്പിച്ചല്ല, രാഷ്ട്രീയ പ്രസ്ഥാന പ്രതിനിധി നിലയ്ക്ക് നമ്മൾ 2 വർഷക്കാലം മുമ്പ് നമ്മുടെ തോട്. വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൽ നാസർ, സുനീറ മുജീബ്, ടി ലത, ഫൗസിയ ഹനീഫ, പി മായ, അക്കൗണ്ടന്റ് ബിജു എന്നിവരും സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളും ക്ലബ് അംഗങ്ങളും പൊതുജനങ്ങളും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. 43ഓളം ആളുകൾ എഴുതി തയ്യാറാക്കിയ 500ഓളം നിർദ്ദേശങ്ങൾ ലഭിച്ചതായി നഗരസഭാ അധികൃതർ അറിയിച്ചു. മണ്ണാർക്കാട് പൂരാഘോഷത്തോടനുബന്ധിച്ച് പൂരാഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ വാദ്യ പ്രവീണ പുരസ്കാര സമർപ്പണം വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് നടത്തും. മേളം കലാകാരൻ ചെറുശ്ശേരി കുട്ടന്മാരാർക്കാണ് ഇത്തവണ പുരസ്കാരമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാദ്യപ്രവീണ പുരസ്കാരത്തിനു പുറമെ വിവിധ മേഖലകളിൽ പ്രശസ്തരായ മണ്ണാർക്കാട് സ്വദേശികളായ സാംസ്കാരിക പ്രവർത്തകൻ KPS പയനേടം, സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് മോഹൻദാസ് മണ്ണാർക്കാട്, കാർഷിക രംഗത്ത് മികച്ച സംഭാവന അർപ്പിച്ച ജോസ് ചീരക്കുഴി എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പുരസ്കാരങ്ങൾ സമ്മാനിക്കും. N ഷംസുദ്ദീൻ MLA, നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ ക്ഷേത്രത്തിലെ വാദ്യവിഷയങ്ങൾക്ക് പ്രധാന ചുമതലക്കാരനായിരുന്ന ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ, അദ്ദേഹം ഇവിടെ 50 വർഷക്കാലമാണ് ഈ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട വാദ്യവിഷയങ്ങൾക്ക് നായകത്വം വഹിച്ചത്. അപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ പൂരാഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയതാണ് വാദ്യപ്രവീണ പുരസ്കാരം. 15 വർഷം കഴിഞ്ഞു ഇതിനകം അപ്പോൾ ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ട്. അപ്പോൾ ആ പുരസ്കാരത്തിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് മഹാനായിരുന്ന വാദ്യരംഗത്തെ കുലപതിയായിരുന്ന ആലിപ്പറമ്പ് ശിവരാമ പൊതുവാളുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഈ പൂരാഘോഷം ഒരു കാലത്ത് മൂപ്പിൽ നായർ വളരെ പ്രൗഢിയോടെ നടത്തിയിരുന്ന പൂരാഘോഷം മുടങ്ങിപ്പോയ സാഹചര്യത്തിൽ അത് വീണ്ടും വളരെ അതിൻ്റെ പൂർവാധികം ശക്തിയായിട്ട് അതിൻ്റെ ഒട്ടും പ്രൗഢി നഷ്ടപ്പെടാതെ ഗാംഭീര്യത്തോടു കൂടി ആഘോഷിക്കാൻ മുൻകൈയെടുത്ത് ഇവിടെ വന്നത് നമ്മുടെ കൊച്ചിയോടയൻ ബാലകൃഷ്ണ പണിക്കരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും സ്മരണ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ സ്പോൺസർ ചെയ്യുന്ന 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഒരു നല്ല അംഗീകാരമാണ് വാദ്യകലാകാരന്മാർക്ക് വാദ്യപ്രവീണ പുരസ്കാരത്തിലൂടെ മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി കഴിഞ്ഞ 15 വർഷമായിട്ട് സമ്മാനിക്കുന്നത്. ഇന്ന് വാദ്യലോകത്തിലെ അറിയപ്പെടുന്ന ഒരു അവാർഡാണ് വാദ്യപ്രവീണ പുരസ്കാരം. ഓരോ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ വാദ്യരംഗത്തുള്ള എല്ലാ മേഖലയിലും തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന് വഴങ്ങാത്തതായ ഒരു വാദ്യോപകരണവും ഉണ്ടായിരുന്നില്ല. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വ്യാപരിച്ച വാദ്യകലയിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകളെ തെരഞ്ഞെടുത്ത് അവർക്ക് പുരസ്കാരം നടത്തുന്നതാണ് നമ്മുടെ രീതി. പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KC സച്ചിദാനന്ദൻ, ജനറൽ സെക്രട്ടറി M പുരുഷോത്തമൻ, ട്രഷറർ PK മോഹൻദാസ്, വൈസ് പ്രസിഡന്റുമാരായ ശ്രീകുമാർ കുറുപ്പ്,
പി ചന്ദ്രശേഖരൻ, VM സുരേഷ് വർമ്മ, ഡോക്ടർ രാജൻ പുല്ലങ്കാട്ടിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ പി ഗോപാലകൃഷ്ണൻ, ശ്രീകുമാർ കിഴിയേടത്ത്, ശിവപ്രകാശ്, MS വിജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ കടമ്പഴിപ്പുറം വായില്യംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറി. മാർച്ച് 13-നാണ് പൂരം. ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. കൊടിയേറ്റ ദിവസമായ ബുധനാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ഏരിയ കമ്മിറ്റി ചെയർമാൻ M ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ മേലെ തൃക്കോവിലിൽ നിന്നും പൂരവിളംബര ഘോഷയാത്ര, വാദ്യസാഗർ ഗുരുമൂർത്തിയുടെ ഭക്തി പ്രഭാഷണം എന്നിവയുണ്ടായി. ആദിത്യമാരാർ, ആഞ്ജനേയമാരാർ എന്നിവരുടെ അഷ്ടപതിയുമുണ്ടായിരുന്നു. കൊടിയേറ്റത്തിന് ശേഷം സുനിൽദാസ് പുലാപ്പറ്റയും ശിഷ്യന്മാരും അവതരിപ്പിച്ച പഞ്ചാരിമേളം അരങ്ങേറി. തുടർന്നുള്ള ദിവസങ്ങളിലും വൈകിട്ട് ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ SC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ ഫർണിച്ചറും വയോജനങ്ങൾക്ക് കട്ടിലും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഫർണിച്ചറും കട്ടിലും വിതരണം ചെയ്തു. 4 ലക്ഷം രൂപയുടേതാണ് പദ്ധതികൾ. ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിലെ 2 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മേശയും കസേരയും അടങ്ങുന്ന പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. അതേ പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപ ചെലവിലാണ് വയോജനങ്ങൾക്ക് കട്ടിലും വിതരണം ചെയ്തത്. ഗ്രാമസഭകളിൽ നിന്നും ആവശ്യപ്പെട്ട 32 വിദ്യാർത്ഥികൾക്കും 32 വയോജനങ്ങൾക്കുമാണ് വസ്തുക്കൾ നൽകിയത്. നാട്ടുകൽ അണ്ണാൻതൊടി CH ഹാളിനോട് ചേർന്ന് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം AK വിനോദ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി രാധാകൃഷ്ണൻ, MC രമേശ്, അസിസ്റ്റന്റ് സെക്രട്ടറി S നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 1-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പഠനോപകരണങ്ങൾക്ക് അർഹരായിരുന്നത്. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ നഗരസഭയിൽ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി സമഗ്ര കാർഷിക വികസന സർവേ നടത്തും. ഇതിന്റെ ഭാഗമായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടികൾ ആരംഭിച്ചു. കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയിലെ 34 വാർഡുകളിലും സമഗ്ര കാർഷിക വികസന സർവേ നടത്തും. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗൂഗിൾ ഫോം ഉപയോഗിച്ചാണ് സർവേ നടത്തുന്നത്. സർവേയിലൂടെ ശേഖരിച്ചു കിട്ടുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് വാർഡ് തല മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. മൈക്രോ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡിനും അനുയോജ്യമായ പ്രൊജക്റ്റുകൾ തയ്യാറാക്കും. പൈലറ്റ് പ്രൊജക്റ്റായി കൃഷി സമൃദ്ധി പദ്ധതി മലപ്പുറം ജില്ലയിൽ നടപ്പാക്കുന്ന ഏക നഗരസഭയാണ് പെരിന്തൽമണ്ണ. ഇനി വാണിജ്യ വാർത്തകൾ. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സ് 3-ാം വാർഷികാഘോഷവും നൂർ റമദാൻ സെയിലിന്റെ ഉദ്ഘാടനവും വ്യാഴാഴ്ച നടന്നു. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വിജയിക്കുള്ള സമ്മാനദാനവും വെഡ്ഡിംഗ് വൈബ്സ് ഡെയിലി വീക്ക്ലി നറുക്കെടുപ്പും ഇതോടൊപ്പം നടത്തി. പട്ടിന്റെ പകിട്ടുമായി പട്ടാമ്പിയിലെത്തി വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ച ഇമ്മാനുവൽ സിൽക്സിന്റെ 3-ാം വാർഷികാഘോഷവും നൂർ റമദാൻ സെയിൽസിന്റെ ഉദ്ഘാടനവുമാണ് വ്യാഴാഴ്ച നടന്നത്. പട്ടാമ്പി വലിയ ജുമാ മസ്ജിദ് ഖത്തീബ് സൈദാലി ഫൈസി അരിപ്രയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പരിശുദ്ധ റമദാൻ പ്രമാണിച്ച് ഈ സ്ഥാപനത്തിന്റെ ഒരു പുരോഗതി ഉദ്ദേശിച്ചുകൊണ്ട് നൂർ റമദാൻ സെയിൽസ് പരിപാടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. പടച്ച തമ്പുരാൻ എല്ലാവിധ ഐശ്വര്യവും കരുണയും
അവന്റെ തിരുനോട്ടവും ഈ സ്ഥാപനത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരു മാറ്റം എന്ന നിലയ്ക്ക് പട്ടാമ്പിക്ക് തന്നെ ഒരു വലിയ മാറ്റമായി ഇത് മാറണം, അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും പറഞ്ഞു. വെഡ്ഡിംഗ് വൈബ്സിന്റെ ഭാഗമായുള്ള വീക്കിലി നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു. ഞാങ്ങാട്ടിൽ സ്വദേശി നമിത വിജയിയായി. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന നറുക്കെടുപ്പ് വിജയി ജിതിൻ എക്കും സമ്മാനമായി ഡയമണ്ട് നെക്ലേസും ചടങ്ങിൽ സമ്മാനിച്ചു. സിഒ ബൈജു ടിഒ, ഷോറൂം മാനേജർ ഷിജോ വർഗീസ്, കസ്റ്റമർ റിലേഷൻ മാനേജർ മോബേഷ് ടി, വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വെളേരിമഠം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റമദാനോടനുബന്ധിച്ച് ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ മികവുറ്റ കളക്ഷനാണ് ഇമ്മാനുവൽ ഒരുക്കിയിട്ടുള്ളത്. ലേഡീസ്, കിഡ്സ്, ജെൻസ്, സാരീസ് വിഭാഗങ്ങളിലായി നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ മികച്ച ഗുണമേന്മയിലും വിലകുറവിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മികച്ച കസ്റ്റമർ സർവീസും ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകതയാണ്. വിവാഹ വസ്ത്രങ്ങളുടെ പ്രത്യേക വിഭാഗവും നൂതനമായ കളക്ഷനും വിലയിലുള്ള കുറവുമാണ് വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനെ ഇമ്മാനുവൽ സിൽക്സിലേക്ക് ആകർഷിക്കുന്നത്. വിവാഹാഘോഷവേളയിൽ അണിഞ്ഞൊരുങ്ങാൻ എല്ലാ വിഭാഗം ഉപഭോക്താക്കളുടെയും അഭിരുചിക്ക് ഇണങ്ങുന്ന ഗംഭീര കളക്ഷനും ഇമ്മാനുവൽ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, വെഡ്ഡിംഗ് സൂട്ട്, ഷെർവാണി, വെഡ്ഡിംഗ് തോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇമ്മാനുവലിൽ ലഭിക്കുന്നു. ഒപ്പം ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ തുണിത്തരങ്ങളും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും ഇമ്മാനുവലിൽ ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. റംസാൻ വിഷു പ്രമാണിച്ച് പുത്തൻ സ്റ്റോക്കുകളുമായി മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് കാസിൽ ഒരുങ്ങി. റംസാൻ കസ്റ്റമേഴ്സിന്റെ സൗകര്യം കണക്കിലെടുത്ത് രാത്രിയിലും തുറന്നു പ്രവർത്തിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റംസാൻ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. വിദേശ നിർമ്മിത പർദ്ദകളുടെ പ്രത്യേക കളക്ഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാത്തരം ഫാഷൻ വസ്ത്രങ്ങളും ഉപഭോക്താക്കൾക്ക് രാത്രിയിലും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതായി മാനേജിംഗ് ഡയറക്ടർ അനസ് പറഞ്ഞു. വസന്തം പുതിയ സ്റ്റോക്കുകളുമായിട്ട് വസന്തം ഒരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ വസന്തത്തിൽ 2-3 കാര്യങ്ങൾ നമ്മൾ നോമ്പ് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് എല്ലാവർക്കും കഴിഞ്ഞ വർഷം നമസ്കരിക്കാനുള്ള സൗകര്യവും പിന്നെ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ഈ നോമ്പ് മാസവും നമ്മളത് നടത്തിക്കൊണ്ട് പോകും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാലാവസ്ഥയും റംസാൻ പ്രമാണിച്ച് രാത്രി കാലങ്ങളിൽ, കാരണം എന്താ വെച്ചാൽ റംസാൻ പ്രമാണിച്ച് രാത്രി കാലങ്ങളിൽ സമയം ഒന്നും കൂടി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിംഗ് ക്ലോസിംഗ് ടൈം ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ തുണിയെടുക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 100 പേർക്ക് അർഹതപ്പെട്ട ഒരു 100 പേർക്ക് നമ്മൾ വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അർഹതപ്പെട്ട പാവപ്പെട്ട 100 പേർക്ക് നമ്മൾ വസ്ത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു 100 പേർക്കുള്ള വസ്ത്രം മണ്ണാർക്കാട് പുതിയ വസന്തത്തിന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റബിളായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഹോൾസെയിൽ വിലയ്ക്ക് നമ്മൾ വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാനേജർമാരായ വി പീഷ്, ജോസ് മൈക്കിൾ, അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഫെസ്റ്റിവൽ ആഘോഷങ്ങളുടെ ഭാഗമായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംഘടിപ്പിച്ച സീസൺ മെറി സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. ബമ്പർ സമ്മാനമായ ഡിസൈനർ കാർ പട്ടാമ്പി ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത കൊറ്റിങ്ങൽ തൊടി മുഹമ്മദിന് ലഭിച്ചു.
സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസത്തിൻ്റെയും സുതാര്യതയുടെയും പര്യായമായി മാറിയ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മികച്ച ഓഫറുകളും സമ്മാന പദ്ധതികളുമാണ് സീസൺ ഓഫ് മെറി എന്ന പേരിൽ ഒരുക്കിയിരുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കളിൽ നിന്നും തെരഞ്ഞെടുത്ത ബമ്പർ ഭാഗ്യശാലിക്ക് സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഐഫോൺ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയ വിവിധ സമ്മാനങ്ങളും നൽകി. ശനിയാഴ്ച നടന്ന നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായ സ്വിഫ്റ്റ് ഡിസയർ കാർ പട്ടാമ്പി ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത പട്ടാമ്പി കരിമ്പുള്ളി സ്വദേശി കൊറ്റിങ്ങൽ തൊടി മുഹമ്മദിന് ലഭിച്ചു. ഐഫോൺ വരോട് സ്വദേശി ബഷീർ, TV വടക്കാഞ്ചേരി സ്വദേശി സുചിത്ര, വാഷിംഗ് മെഷീൻ ചെറുതുരുത്തി സ്വദേശി PA അലി, ഫ്രിഡ്ജ് പ്രജിത പട്ടാമ്പി, മിക്സി ഷബാന ബത്തേരി, ഓവൻ ശ്യാം വയനാട് എന്നിവർക്കും സമ്മാനമായി ലഭിച്ചു. ഒറ്റപ്പാലം ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ബമ്പർ സമ്മാനം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഡയറക്ടർ രാജഗോപാൽ കൈമാറി. മറ്റ് സമ്മാനങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളും കൈമാറി. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം, ഡെപ്യൂട്ടി ജനറൽ മാനേജർ നിഷാദ്, ബ്രാൻഡിംഗ് മാനേജർ ഡെന്നി, മാനേജർമാരായ ശിവപ്രസാദ്, മനോജ്, നവാസ്, ജോഫിൻ, മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം പത്തിരിപ്പാലയിൽ സഹകരണ അർബൻ ബാങ്കിൽ നടന്ന മുക്കുപണ്ട പണയ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സഹകരണ വകുപ്പിനും സഹകരണ രജിസ്ട്രാർക്കും വിജിലൻസ് IG-ക്കും പരാതി നൽകുമെന്നും വേണുഗോപാൽ. CPM നേതൃത്വം അറിയാതെ അഴിമതി നടക്കില്ലെന്നും നേതാക്കൾ. ഭവന നിർമ്മാണത്തിനും റോഡ് വികസനത്തിനും ഊന്നൽ നൽകി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. 51.07 കോടി രൂപ വരവും 49.63 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് K. ഷീജാമോൾ അവതരിപ്പിച്ചത്. മുണ്ടൂർ തൂത 4-വരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി തൂതയിലും ചെർപ്പളശ്ശേരി കാക്കാത്തോടിലും പുതിയ പാലങ്ങളുടെ പണി പുരോഗമിക്കുന്നു. തൂതയിൽ പഴയ പാലത്തിന് സമാന്തരമായും കാക്കാത്തോടിന് കുറുകെ പഴയ പാലം പൊളിച്ചുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ലഹരി വ്യാപനം തടയാൻ ജനകീയ പ്രതിരോധം തീർക്കാൻ മണ്ണാർക്കാട് നഗരസഭ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘടനാ പ്രതിനിധികളുടെയും യോഗം ചേർന്നു. നർക്കോട്ടിക് നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെന്ന് N. ഷംസുദ്ദീൻ MLA. നോ ഡ്രഗ്സ് നോ വയലൻസ് ക്യാമ്പയിനുമായി മൂവ് കൂട്ടായ്മയും. മലപ്പുറം ജില്ലയിൽ ക്യാൻസർ അവബോധ പരിപാടികൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് വനിതാ ദിനത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. സ്ത്രീകളിൽ തുടങ്ങിയ ക്യാമ്പയിൻ പുരുഷന്മാരിലേക്ക് കൂടി വ്യാപിപ്പിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.